ഹലോ ഗായ്സ്, അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ പുതിയ ഒരു സ്റ്റോറി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തേർഡ് പാർട്ടായിട്ടാണ് കേട്ടോ ഞാനിന്ന് വന്നേക്കുന്നത്. അതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ്സ് ഒക്കെ ഞാൻ വരുത്തണം എന്നുണ്ടെങ്കിൽ, അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കമൻറ്റിൽ പറയുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റോറിയിലോട്ട് പോവാം. എവിടേക്കാണ് നിഹ നീ പോയത്? വൈശാലിയുടെ അടുത്തേക്ക് ഓടി വരുന്ന നിഹയോട് അവൾ ചോദിച്ചു. ഒന്നുമില്ലടാ, ഒരാൾക്കൊരു സമ്മാനം വെച്ചിരുന്നു, അത് കൊടുക്കാൻ പോയതാ. നിഹാരിക അവളോട് പറഞ്ഞിട്ട് അവളുടെ സ്കൂട്ടി എടുക്കാൻ പോയി. വൈശാലിക്ക് കാര്യം മനസ്സിലായി. വിഷു ഒരു കവൾ തടവി പുറത്തിറങ്ങിയപ്പോൾ അവൾക്കത് ഉറപ്പായി. ഒരിക്കലും നിഹാരിക വൈശാലിയെ പോലെ ആയിരുന്നില്ല. തനിക്ക് തോന്നുന്നത് ആരുടെ മുമ്പിലായാലും പ്രവർത്തിക്കുന്നവൾ. അതുകൊണ്ട് തന്നെ വിഷു നിഹാരിക ഉള്ളപ്പോൾ വൈശാലിയുടെ മുഖത്ത് നോക്കത്ത് കൂടിയില്ല. പലപ്പോഴും നിഹാരികയാണ് അവളുടെ രക്ഷക. എന്നാൽ പോകാം, നിഹാരിക അവളുടെ സ്കൂട്ടി എടുത്തുകൊണ്ട് വന്നിട്ട് പറഞ്ഞു. രണ്ടാളും അതിൽ കയറി യാത്രയായി. വൈശാലിയെ വീട്ടിലാക്കി നിഹാരിക തിരികെ പോയി. മുത്തശ്ശ, അവൾ അകത്തേക്ക് കയറി ഡോറിൽ മുട്ടി. കുറച്ച് നിമിഷങ്ങൾക്കകം തന്നെ അയാൾ വാതിൽ തുറന്നു. ആ, മോളിന്ന് വൈകിയോ? അവളൊന്ന് മൂളയിട്ട് മുറിയിലേക്ക് പോയി. മാറാനുള്ള വസ്ത്രവും എടുത്ത് അവൾ കുളത്തിലേക്ക് നടന്നു. നിലാവുണ്ടായിരുന്നു. പതിയെ കുളത്തിൻ്റെ പടവിൽ അവൾ ഇരുന്നു. കഴിഞ്ഞ നിമിഷങ്ങൾ അവളുടെ ഓർമ്മയിൽ വന്നു. വിശ്വത്തിൻ്റെ പ്രവൃത്തിയേക്കാൾ അവളെ വേദനിപ്പിച്ചത് ആദിയുടെ വാക്കുകളായിരുന്നു. കണ്ണുകൾ നിറഞ്ഞു വന്നതും അവൾ മറുകൈ കൊണ്ട് തുടച്ചു മാറ്റി വെള്ളത്തിലേക്ക് ഇറങ്ങി. വല്ലാത്ത വിഷമം വരുമ്പോൾ കുറേ നേരം അവൾ ആ കുളത്തിൽ തോളറ്റം വെള്ളത്തിൽ നിൽക്കും. മനസ്സിനെ ശാന്തമാക്കാൻ ആ വെള്ളത്തിനൊരു പ്രത്യേക കഴിവാണ്. അവൾ ആ കുളത്തിൽ മുങ്ങി നിവർന്നു. തിരിച്ചു പടവുകൾ കയറുന്നതിനിടയിൽ കാലിൽ എന്തോ തടഞ്ഞു. അവൾ നോക്കിയതും നിലാവെളിച്ചത്തിൽ തിളങ്ങുന്നൊരു സ്വർണ്ണമാല കണ്ടു. അവളത് കയ്യിലെടുത്ത് നോക്കിയതും അതിൽ ആദി എന്ന് എഴുതിയിരിക്കുന്നത് കണ്ടു. എന്തോ ആ മാല കണ്ടതും അവളിലൊരു പുഞ്ചിരി വിരിഞ്ഞു. തൻ്റെ വെള്ളത്തുള്ളികൾ പറ്റിയ കഴുത്തിൽ അവൾ ആ മാല അണിഞ്ഞു. അത് കഴുത്തിൽ കയറിയതും ഇതുവരെ തോന്നാത്ത എന്തോ ഒരു അനുഭൂതി അവളെ പിടികൂടി. ആ ചിരിയോടെ അവൾ വീട്ടിലേക്ക് കയറി. മോളെ വാ, അത്താഴം കഴിക്കാം. അവൾ മേശയ്ക്കരികിലിരുന്നതും കഞ്ഞിയും പയറും അച്ചാറും ചുട്ട പപ്പടവും റെഡിയായിരുന്നു. മുത്തശ്ശനോട് കളിതമാശകൾ പറഞ്ഞവൾ ഭക്ഷണം കഴിച്ചു. പാത്രങ്ങളെല്ലാം അടുക്കളയിൽ വെച്ച് കഴുകി അവൾ ഒതുക്കി. മുത്തശ്ശന് മരുന്നും കൊടുത്തിട്ട് അവൾ പോകാൻ നിന്നതും അയാൾ പുറകിൽ നിന്നും വിളിച്ചു. മോളെ, ഇവിടെ കണ്ണൻ്റെ ചെങ്ങാതി വന്നിരുന്നു. മോനെ കണ്ടെത്താമെന്ന് ആ കുഞ്ഞ് പറഞ്ഞത്. എന്നോട് അവനെ കാണാതാകുന്നതിന് മുമ്പ് എന്തെങ്കിലും പറഞ്ഞായിരുന്നോ എന്ന് ചോദിച്ചു. എനിക്കൊന്നും അറിയില്ലല്ലോ, ചിലപ്പോൾ മോൾക്കറിയാമായിരിക്കും എന്ന് പറഞ്ഞു. ഒരു നിമിഷം വൈശാലി ഒന്ന് തറഞ്ഞു നിന്നു. ഇല്ല, ഒരിക്കലും എൻ്റെ വായിൽ നിന്നും ഒന്നും പുറത്തറിയാൻ പാടില്ല. എൻ്റെ ഏട്ടൻ എന്നെ വിട്ടു പോയി. ഇനി എൻ്റെ മുത്തശ്ശനും കൂടി പോയാൽ ഈ വൈശാലി മരിച്ചു പോകും. അവൾ നിറഞ്ഞ മിഴികൾ തുടച്ചു. മുറിയിൽ പോയി ഇരുന്നു കഴിഞ്ഞ കാലങ്ങൾ ഓർത്തെടുത്തു. ആദ്യം ഇന്ന് പോയ സ്ഥലത്തെപ്പറ്റിയും ആ ചിത്രത്തിൽ കണ്ട പെൺകുട്ടിയെക്കുറിച്ചും ചിന്തിച്ചുകൊണ്ടിരുന്നു. ആരാണവൾ? അവളാണോ വൈശാലി? ഒരിക്കലുമല്ല. ചായം പൂശിയ ചുണ്ടുകളും വെളുപ്പിച്ചു വെച്ച കവിളുകളുമുള്ള വൈശാലിയിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ രൂപമായിരുന്നു അവൾക്ക്. നിറഞ്ഞ അങ്കലാവണ്യമുള്ള പെണ്ണഴകി. ഒതുങ്ങിയ അരക്കെട്ടും വാലിട്ടെഴുതിയ കണ്ണുകളും ചുവപ്പും കറുപ്പും ചേർന്ന ചുണ്ടുകളും ഇരുനിറവുമൊക്കെ അവളുടെ സൗന്ദര്യത്തെ മാറ്റേകി. അതിനെല്ലാം പിറകെ മാന്യമായ വസ്ത്രധാരണവും. വൈശാലി എന്ന പെണ്ണിനെ ഓർക്കും തോറും അവൻ്റെ ഉള്ളിൽ വാശി നിറഞ്ഞു. അവളുടെ വാക്കിലും നോക്കിലും തന്നിൽ നിന്ന് എന്തോ ഒളിക്കുന്നതായി തോന്നി ആദിക്ക്. താൻ അന്വേഷിക്കുന്നത് അവളിൽ നിന്നും കിട്ടും. അവൻ കണ്ണുകൾ ഇറുക്കി ഒന്ന് ചിന്തിച്ചു. അവളിൽ നിന്ന് തന്നെ തുടങ്ങണം. ആദി വാ, ഫുഡ് കഴിക്കാം. താഴെ നിന്ന് സീത വിളിച്ചതും ആദി എണീറ്റു. പടവുകൾ ഇറങ്ങി താഴേക്ക് ചെന്നു. സീത അവന് ചപ്പാത്തിയും വെജിറ്റബിൾ കറിയും എടുത്തു കൊടുത്തു. കുറച്ചു കഴിഞ്ഞ് അവർക്കൊപ്പം റാമും വന്നിരുന്നു. മൂന്നാളും കഴിക്കുന്നതിനിടയിൽ സീത റാമിൻ്റെ കയ്യിൽ തോണ്ടി. അവൻ അവളെ നോക്കിയതും അവൾ അവനെ നോക്കി ആദിയോട് പറയാൻ കണ്ണ് കാണിച്ചു. ആദി, ഒരു കാര്യം എനിക്ക് പറയണം. നീ ഇപ്പോൾ ഫ്രീ അല്ലേ? ആദി റാമിൻ്റെ മുഖത്ത് നോക്കി. എന്താ ഡാഡി, പറയ്, ഞാൻ ഫ്രീ ആണ്. അപ്പോഴേക്ക് സീത പറഞ്ഞു. മോനെ, നിനക്കിപ്പോൾ പ്രായം എത്രയായി? ഇനി നിനക്കൊരു കൂട്ട് വേണ്ടേ? മമ്മ, അതേ മാരേജിൻ്റെ കാര്യമാണെങ്കിൽ എനിക്ക് താല്പര്യമില്ല. ഇനി അഥവാ അങ്ങനെയൊന്നും ഉണ്ടെങ്കിൽ തന്നെ ഞാൻ കാണിച്ചു തരുന്ന പെണ്ണിനെയാകും. സോ പ്ലീസ്. അവൻ വീണ്ടും ഫുഡിലേക്ക് നോട്ടം തെറ്റിച്ചു. എങ്കിൽ നീ പറയടാ, ആരോടെങ്കിലും നിനക്കൊരു ക്രഷ് തോന്നിയിട്ടുണ്ടോ? അല്ലെങ്കിൽ നീ ഇപ്പോൾ എന്തെങ്കിലും റിലേഷനിൽ പെട്ടിട്ടുണ്ടോ? സീത ചോദിച്ചതും അവൻ അവളെ നോക്കി ചിരിച്ചു. ഇതുവരെയും റിലേഷൻ ആയിട്ടില്ല. ആദ്യമായിട്ടൊരു പെണ്ണിനോടൊരു അഫെക്ഷൻ തോന്നി. അവൻ പറഞ്ഞതും ഒരു പുഞ്ചിരിയോടെ റാം അവനെ നോക്കി. എങ്കിലേ പറ, എവിടെയാ അവളുടെ വീട്? നമുക്ക് നാളെ തന്നെ പോകാം. സീത പറഞ്ഞതും ആദ്യം ഒന്ന് ചിരിച്ചു. ഇറ്റ് വാസ് എ പിക്ചർ മമ്മ. അവൻ പറഞ്ഞതും സീത അവനെ നോക്കി കണ്ണുമിഴിച്ചു. റാമിനെ നോക്കിയതും ഞാനിതൊക്കെ കുറേ കണ്ടിട്ടുള്ളതാ എന്ന മട്ടിൽ നിൽക്കുന്നു. ആദി വേഗം കൈ കഴുകി മുകളിലേക്ക് പോയി.
ആ പെണ്ണിൻ്റെ ചിത്രം ക്യാൻവാസിൽ പകർത്താൻ തുടങ്ങി. ഒടുവിൽ അവൻ വരച്ചു തീർന്നതും അതിന് വൈശാലിയുടെ മുഖമായിരുന്നു. ഷേ! അവൻ കയ്യിലിരുന്ന ബ്രഷ് എടുത്ത് വലിച്ചെറിഞ്ഞു. എന്തുകൊണ്ടോ ആ ചിത്രം നശിപ്പിക്കാൻ അവന് തോന്നിയില്ല. നിദ്രയെ പുലുകുമ്പോഴും അവൻ്റെ ചിന്ത എന്താണ് വൈശാലി തന്നിൽ നിന്നും മറയ്ക്കുന്നത് എന്നായിരുന്നു. പതിവ് പോലെ വൈശാലി ജോലിക്ക് പോകാൻ ഇറങ്ങിയതും അവിടേക്ക് നാണിത്തള്ള വന്നു. അവൾക്ക് നേരെ പുഞ്ചിരി തൂകുന്നുണ്ടെങ്കിലും ആ കണ്ണിൽ വിഷാദം നിറഞ്ഞാടുന്നത് അവൾ ശ്രദ്ധിച്ചു. മോളെ, പോകാറായോ? ആ, ഇറങ്ങി. എന്തേന്ന് പതിവില്ലാത്തൊരു വരവ്? മോളെ, ദേ ഇന്നലെ പോസ്റ്റ്മാൻ മോൾക്ക് തരാൻ പറഞ്ഞിട്ട് പോയതാണ്. മോൾ കടയിലാണെന്ന് അയാൾക്ക് അറിയായിരുന്നു, അതാ എൻ്റെൽ തന്നേ. അവളത് വാങ്ങി പൊട്ടിച്ചതും ചുറ്റും ഇരുട്ട് കയറുന്നത് പോലെ തോന്നി. ഒരു ആശ്രയത്തിനായി അവൾ നാണിത്തള്ളയെ പിടിച്ചു. അവളുടെ കണ്ണുകൾ നിറഞ്ഞ അതരങ്ങൾ വിറച്ചു. 1 വർഷമായി വീടിൻ്റെ ലോൺ അടച്ചിട്ട്. ജപ്തി നോട്ടീസാണ്. ഇതും കൂടിയേ ഉള്ളൂ സ്വന്തമെന്ന് പറയാൻ. അതും കൈവിട്ട് പോവുകയാണ്. അമ്മയെയും അച്ഛനെയും അടയ്ക്കിയ മണ്ണ് മറ്റൊരാൾക്ക് കൈവശം ചേർന്ന് നിൽക്കാൻ പോകുന്നു. സങ്കടം കൊണ്ട് അവളുടെ ഹൃദയം പൊട്ടി പുറത്തു വരുമെന്ന് വൈശാലിക്ക് തോന്നി. ജപ്തിയാണല്ലേ? എന്നോട് അയാൾ പറഞ്ഞു. അതാ മൂത്തോൻ്റെയിൽ കൊടുക്കാഞ്ഞേ. അവർ പറഞ്ഞതും വൈശാലി ഒന്ന് തലയാട്ടിക്കൊണ്ട് അകത്തേക്ക് കയറി. കട്ടിലിലേക്ക് വീണ് പൊട്ടിക്കരഞ്ഞു. തൻ്റെ ഏട്ടൻ്റെ ഫോട്ടോ എടുത്ത് അതിൽ തുരുതുരെ അവൾ മുത്തം വെച്ചു. ഏട്ടാ, ഏട്ടൻ്റെ വൈശുവിനൊക്കെയും മടുത്തു. ഞാനും മുത്തച്ഛനും എൻ്റെ ഏട്ടൻ്റെ അച്ഛൻ്റെ അമ്മയുടെ അടുത്തേക്ക് വരട്ടെ? ഒറ്റയ്ക്ക് നിൽക്കാൻ ഈ വൈശുവിന് കഴിയില്ലേട്ടാ. ഓരോ കഴുകന്മാരും കണ്ണുകൾ കൊണ്ട് കൊത്തി വലിക്കുകയാണ്. ഇനി ഈ വീടുമില്ല. അടുത്ത ആഴ്ച ഈ വീടും പോകും. അവൾ കണ്ണൻ്റെ ഫോട്ടോ നെഞ്ചോട് ചേർത്ത് പിടിച്ചു കിടന്നു. കഴിഞ്ഞ 1 വർഷം മുമ്പ് നടന്നത് അവളുടെ ഓർമ്മയിൽ വന്നു. 1 വർഷം മുമ്പ് കണ്ണൻ്റെ ആഗ്രഹപ്രകാരം വൈശാലി കാലിൽ ചിലങ്ക കെട്ടി. തൻ്റെ പിറന്നാളിന് ചേട്ടൻ തനിക്കായി വാങ്ങി വരാമെന്ന് പറഞ്ഞ സ്വർണ്ണ നിറമുള്ള ചിലങ്കയായിരുന്നു അവളുടെ മനസ്സിൽ. കൈയെത്തുന്നിടത്ത് കണ്ണെത്തി, കണ്ണെത്തുന്നിടത്ത് മനസ്സെത്തി അവൾ വേദിയെ ഹരം കൊള്ളിച്ചു. അവളുടെ മുഖത്ത് വിരിയുന്ന ഭാവങ്ങൾ അവളെ കൂടുതൽ മനോഹരിയാക്കി. ഒടുവിൽ നൃത്തം കഴിഞ്ഞ് അവൾ ഇറങ്ങിയപ്പോൾ കാണികൾ അവളോട് പ്രശംസിക്കാൻ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്നാണ് അവൾക്കൊരു കോൾ വന്നത്. അവളുടെ ഉറ്റ മിത്രം അഞ്ജന മരണപ്പെട്ടു. കേട്ട മാത്രയിൽ വൈശാലി തറഞ്ഞു നിന്നു. ഇനിയും അരുതാത്തതെന്തോ നടക്കാൻ പോകുന്നത് പോലെ. സർവ്വ നിയന്ത്രണങ്ങളും വിട്ടവൾ കടവിലേക്ക് ഓടിയെത്തിയതും കണ്ടു കണ്ണുകൾ തുറച്ചു കിടക്കുന്ന തൻ്റെ കൂട്ടുകാരിയുടെ ജീവനറ്റ ശരീരം. ആരോ പറയുന്നത് വൈശാലിയുടെ ചെവിയിലെത്തി. ആരോ കൊന്നതാത്രേ. നിറഞ്ഞ മിഴികൾ തുടച്ചവൾ തിരികെ നടന്നു. ഏട്ടൻ ഇന്നലെ രാത്രി വന്നിട്ടില്ല. അവളുടെ മനസ്സിൽ ആദി കയറാൻ തുടങ്ങി. തൻ്റെ കയ്യിലിരുന്ന മൊബൈൽ ബെല്ലടിച്ചപ്പോഴാണ് അവൾ ഞെട്ടി അതെടുത്തത്. മറുതലയ്ക്കൽ നിന്നും വന്ന വാർത്ത അവളെ ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. എല്ലാവർക്കും ഈ ഒരു സ്റ്റോറി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റിലൂടെ പറയാം കേട്ടോ. അപ്പോൾ ഇനി ഇതേപോലുള്ള നല്ല നല്ല സ്റ്റോറിക്കായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ വെക്കുക. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതിലേക്ക് എല്ലാവർക്കും ബൈ.